ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളിപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഗുണ കേവാണ്. മെയിൻലി എക്സിബിഷൻ്റെ പേര് തന്നെ ഗുണ കേവ് ഒരു മെയിൻലി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. പക്ഷേ ഗുണ കേവിൻ്റെ ആ ഒരു ഭംഗി എനിക്ക് അത്രത്തോളം വലിയ താല്പര്യപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഹ പോലെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പോകുന്നു. അതിൽ കുറച്ച് വെള്ളം ഒന്ന് ചാടുന്ന സ്ഥലമുണ്ട്. കുറച്ച് സ്ഥലത്ത് മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മുടെ കവാടമെന്ന് പറയുന്നത് ഇതാണ്. പിന്നീട് നമുക്ക് വരുന്നത് വേറെ പല കാര്യങ്ങളും, പല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ ഗുണ കേവിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്നു. ഒരു വവ്വാലിൻ്റെ സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മരം സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ടത് വ്യൂ കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഉള്ള ഒരു രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം നമ്മൾ മരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടേട്ടനെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വോയിസൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കളിക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആകാശൂഞ്ഞാൽ പോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുഡിൻ്റെ ഏരിയ, അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്, കടകളുണ്ട്. അങ്ങനെ അത്യാവശ്യം നമുക്കൊരു എൻജോയ്മെൻറ്റ്, മനസ്സിന് റിലാക്സേഷൻ കിട്ടാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഉള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അനിമൽ എക്സിബിഷനാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഗുണ കേവിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ ഒരു കപ്പൽ പോലെ ഒരു ഐറ്റാണ് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിലൂടെ വേറെ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ആ വഴി കൂടെ കയറി നമുക്ക് വീണ്ടും ഗുണ കേവിൻ്റെ ആ ഒരു ഇത് തന്നെ വരും. അതിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം പോലൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ കയറി നമ്മൾ പിന്നെ പോകുന്നത് അനിമൽ എക്സിബിഷൻ്റെ സ്ഥലത്തേക്കാണ്. ഒത്തിരി അനിമൽസിൻ്റെ കളക്ഷൻസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ സൗണ്ട് വൈസ്, ഓരോന്നിൻ്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നല്ലൊരു ആനയാണെങ്കിൽ ആന കരയുന്നത്, പശുവാണെങ്കിൽ പശു കരയുന്നത്, അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി സംഭവങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് മരം പോലെ, അതായത് ഒരു കാട് എങ്ങനെയാണോ ആ കാട് അതേ രീതിയിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഫുള്ളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ കാണാൻ നേരത്ത്, ചെറിയ കൊച്ചുങ്ങൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും. അവർക്കത് കാണാൻ വേണ്ടി ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ആ ഒരു മൊമെൻ്റൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒത്തിരി ആളുകൾ ഇതെല്ലാം കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നും നമുക്ക് കാണാൻ നേരത്തെ അതിശയം തോന്നും. ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവനുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അനങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ജീവനുണ്ടാകുമോ എന്നുള്ള രീതി. അതായത് നമുക്കല്ല, ചെറിയ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ തോന്നാൻ പാകത്തിനുള്ള സംഭവങ്ങളാണ് അവിടെ കാണുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ മാന് ഉണ്ട്, അതിൽ കരടിയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്, പശുവുണ്ട്. അങ്ങനെ വന്ന് പയ്യെ മുതല വരെ അവിടെയുണ്ട്. പാമ്പിൻ്റെ ഒരു ഐറ്റമുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാട് തന്നെയാണെന്ന് നമുക്ക് തോന്നും. ആ രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ദിവസങ്ങളെടുത്ത് അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ എന്നുള്ളതാണ് അത് ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്ത് തന്നെയാണ് ഈ ഗുണ കേവിൻ്റെ എക്സിബിഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് അവർ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഓരോന്നും നമുക്ക് അത്രയ്ക്ക് കണ്ടോ, ഇതെല്ലാം ഇരുന്ന് അനങ്ങാണ്. നമ്മളവിടെ ചെല്ലാൻ നേരത്ത് ഇത് ഒരു സൗണ്ടും കേൾപ്പിക്കുക. അപ്പം നമുക്ക് ആ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഇതെന്താണ് എന്നുള്ള രീതിയിൽ നിൽക്കാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു നല്ലൊരു അനിമൽ എക്സിബിഷൻ കൂടിയാണ് ഇവിടെ കാണുന്നത്. എല്ലാ പ്രാവശ്യവും ഇതുപോലെയുള്ള എക്സിബിഷൻസ് ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മുടെ ഗുണ കേവിൻ്റെ ആ സംഭവം ഇല്ലായിരുന്നു, അതിൽ കൂടെ അല്ലായിരുന്നു നമ്മൾ കയറുന്നത്. ആ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ. പിന്നെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. നല്ല സംഭവമായതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ആന ഇരുന്ന് അനങ്ങുന്നുണ്ട്.
ആനേനെ ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആനയുടെ തുമ്പിക്കൈയൊക്കെ ഇരുന്ന് അനങ്ങാണ്. അതേപോലെ തന്നെ ആനയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആനയുടെ സൗണ്ടും കൂടി വരാൻ നേരത്ത് കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു സെറ്റപ്പായിട്ട് തോന്നും. അങ്ങനെ അനിമൽ എക്സിബിഷൻ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുന്നത് കുറച്ച് ബജ്ജികൾ, അതുപോലെ തന്നെ കുറച്ച് മാല, അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ്. അതിന് ശേഷം നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാൻ പാകത്തിനുള്ളൊരു സ്ഥലത്ത് വരുന്നു. അതിന് ശേഷം നമ്മൾ വരുന്നത് ഇതുപോലെ കുട്ടികളുടെ കളിക്കുന്ന ഓരോ ഐറ്റംസിലേക്കാണ്. പിന്നീട് വീണ്ടും നമുക്ക് ഇത് ഒരു കളിയുടെ ഒരു സംഭവമാണ്, ഒരു ഗെയിമാണ് കേട്ടോ. ഇത് 6 ബോൾ നമുക്ക് വരും. ഈ 6 ബോൾ നമ്മൾ ഇതിലൂടെ ഇട്ട് കൊടുത്ത് ഈ വന്ന് കിടക്കുന്ന ഓരോ നമ്പേഴ്സിൽ എല്ലാം കൂട്ടി കഴിയുമ്പോൾ 18 കിട്ടിയാൽ നമുക്കൊരു ഗിഫ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇതിന് 40 രൂപയാണ് നമുക്ക് ഗെയിം കളിക്കാൻ ഒരാൾക്ക് ആവുന്നത്. അപ്പം നമ്മളത് കളിച്ച് അത് ജയിച്ചു. ഇതിലേത് ഗിഫ്റ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു റോസ് പാത്രമാണ് എടുത്തത്. പിന്നെ ഇതൊരു ഗെയിമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് എല്ലാം ഒരുമിച്ച് വച്ചിട്ട് അത് നമ്മൾ എറിഞ്ഞിടണം. പക്ഷേ 3 ചാൻസാണുള്ളത്. 3 ചാൻസിൽ ഫുള്ള് പോയില്ലെങ്കിൽ അത് ഓക്കെ ആവില്ല. പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ചെറിയ ഹെലികോപ്റ്റർ പോലെയുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ ഒരു കാറിൻ്റെ ഒരു ബൈക്ക് ഐറ്റംസ്, കാർ ഐറ്റംസ് അങ്ങനെയൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബൈക്കാട്ടോ. പിന്നെ ഈ ഒരു കൊട്ടയിൽ കറങ്ങുന്ന സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയല്ല, അതിൻ്റെ തൊട്ടിപ്പുറേ ഒരു ആകാശഊഞ്ഞാൽ വരുന്നുണ്ട്. അതും കാണാൻ നല്ലൊരു സംഭവമാണ്. പക്ഷേ ഇതിനെല്ലാം പാസ് വരുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ പാസ് എടുക്കണം. നമ്മൾ മെയിൻ ഇതിൽ കയറാൻ വേണ്ടി എടുക്കേണ്ട പാസ് 70 രൂപ കൊടുത്ത് പാസ് എടുക്കണം. അത് കഴിഞ്ഞ് ഓരോ കളിസ്ഥലത്ത് കയറുമ്പോഴും നമ്മൾ വേറെ പാസ് എടുത്തുകൊണ്ടിരിക്കണം. ഈ കൊട്ടയുടെ സംഭവത്തിൽ കയറാനാണെങ്കിൽ 80 രൂപ ഒരാൾക്ക് പാസ്സാണ് വരുന്നത്. ആകാശ ഊഞ്ഞാലിൽ 80 രൂപയാണ് പാസ് വരുന്നത്. പിന്നെ ഈ കാർ ഐറ്റംസിലൊക്കെയും 80 രൂപ ആ ഒരു റേറ്റ് തന്നെയാട്ടോ വരുന്നത്. അതിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ കയറുന്നുണ്ട്. നമ്മൾ തിരക്കൊത്തിരിയുള്ള സമയത്തല്ല ഈ വീഡിയോ എടുത്തത്. ഫുള്ള് കവർ ചെയ്ത് എല്ലാവരും ഒത്തിരി ആളുകൾ ഇതിൽ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഐസ്ക്രീം കടകൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ അടുത്തുള്ള ആളുകളൊക്കെ എന്താണെങ്കിലും പോയി കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ മരണക്കിണറിൻ്റെ ഒരു സംഭവത്തിൽ കയറി. അതിന് 80 രൂപയാണ് ചാർജ് ഒരാൾക്ക്. അപ്പോൾ മരണക്കിണർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാരുതി വണ്ടിയും കാറും അതുപോലെ തന്നെ 2 ബൈക്കുമാണ് വരുന്നത്. ആ രീതിയിൽ അവർ ഓടിക്കുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. ആ രീതിയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് മരണക്കിണർ കാണുന്നത്. അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും തൊട്ടടുത്തുള്ള ആളുകളെല്ലാം പോയി കാണുക എന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോകുന്ന കുട്ടികളെല്ലാം അവർ ഇഷ്ടപ്പെടുന്നുണ്ട്.
അപ്പോൾ ഇതുപോലത്തെ നല്ല ഒത്തിരി കാഴ്ചകളുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുകൊടുത്തിട്ടോ. ഇതൊരു അരിമണിയിൽ നമ്മുടെ പേര് എഴുതിയിട്ട് ഇട്ട് തരുന്നതാണ്. വളരെ ഒരു നല്ല രസമുള്ളൊരു സംഭവമാണ്. കീ ചെയിനായിട്ട് നമുക്ക് ഇട്ട് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി കിട്ടണമെന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ്.